നല്ല മഴ പുറത്തിട്ടിട്ട് അസംബ്ലി ചെയ്ത് കാണിച്ചു തരാൻ നിന്ന് കയറ്റിയത്. നല്ല മഴ കാണിച്ചു. നല്ല മഴയാണ്. നമ്മുടെ സോഫ അസംബിൾ ചെയ്തിട്ട് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കിട്ടണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം. ഇത് നാളെ കൊണ്ടുപോകും. അപ്പൊ ഞാൻ പുറത്തിട്ടാണ്ടെന്ന് വീഡിയോ കാണിച്ചു തരാന്ന് എഴുതിയിട്ട് എടുത്തതായിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല മഴ പെയ്തു. നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ പെയ്തു. നല്ല വെയിലായിരുന്നു. ശരിക്കും തേക്കിന്റെ കളർ ഇതല്ല കേട്ടോ. ഇത് കുറച്ച് ഡാർക്ക് ആക്കിയതാണ്. അവരുടെ ഫർണിച്ചറൊക്കെ ഈ ഒരു കളർ ആക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ സോഫ വരുന്നത്. ഇനി കുഷൻ ഇടാനുണ്ട്. കുഷനും കൂടി ഇട്ടിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കുഷൻ നമ്മളിതിൽ ഫിറ്റ് ആക്കി വെക്കലാണ്. പക്ഷെ ഞാനിത് ഫിറ്റ് ആക്കണില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിക്കുള്ളതാണ്. അവിടെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ആക്കാൻ എഴുതിയിട്ടാണ്. കാരണം അതിന്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഇട്ടാണ്ട് അവിടെ നിന്ന് ഫിറ്റ് ആക്കാൻ എഴുതിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാക്കാം കേട്ടോ. കാരണം ഒരു വട്ടം സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് അഴിച്ചിട്ട് പിന്നെ സ്ക്രൂ ചെയ്യുമ്പോൾ പ്ലൈവുഡ് ആണ് ഇതിന്റെ ബാക്ക് ഭാഗത്ത് വരുന്നത്. ഇതിന്റെ അടിഭാഗത്ത് വരുന്നതൊക്കെ പ്ലൈവുഡ് ആണ്. അപ്പൊ ചിലപ്പോൾ അത് ലൂസാവും. അപ്പൊ ലൂസാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ആക്കാൻ എഴുതിയിട്ടാണ്. ഇത് നമുക്ക് കുഷനൊക്കെ ചെയ്തിട്ടാണ് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ പാക്ക് ചെയ്യുന്ന സമയത്തും കയറ്റുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പാക്ക് ചെയ്യണത് ഇതൊന്നും വൈകുന്നേരത്ത് പാക്ക് ചെയ്യണതാട്ടോ. അപ്പോൾ പാക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒക്കെ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് കുഷൻ ഇല്ലാണ്ട് പാക്ക് ചെയ്യാൻ എഴുതിയത്. ഇത് നമ്മുടെ നാട്ടിലുള്ള തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയം ആണ് കേട്ടോ. അവിടെ വെച്ചിട്ടാണ് സാധനം ഫിറ്റ് ആക്കുന്നത്. നമുക്ക് അവിടെ ആ ഗ്രൗണ്ടിൽ വെച്ചാണ്ട് ശരിയാക്കാന്ന് ഞാൻ കരുതിയത്. പക്ഷെ ഗ്രൗണ്ടിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മഴ പെയ്തു. അപ്പോഴാണ് ഇതിന്റെ ഉള്ളിൽ കയറ്റിയത്. സിറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആ കുഴങ്ങി പോയി. ഇത് വെയിൽ മഴ കൊണ്ടല്ല കേട്ടോ. ഇത് വേറത്തതാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് സാധനത്തിന്. കാണുന്ന പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ട്. ഇതൊക്കെ മൂന്നുക്ക് രണ്ടിന്റെ പീസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഈ ലെഗുകളൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. വെയിറ്റ് എടുത്തിട്ടുള്ള വേർപ്പാണ് കേട്ടോ. ഇതിന്റെ ബാക്ക് റെസ്റ്റും കൂടി വെച്ച് നോക്കാം നമുക്ക്. ശരിക്കും നമ്മുടെ പ്രീമിയം ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഡിസൈനിലോ അല്ലെങ്കിൽ ആ ഒരു കാണുമ്പോൾ ആ ഒരു ലുക്ക് മാത്രമല്ല കേട്ടോ. പ്രീമിയം ലുക്കല്ല, പ്രീമിയം സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുമ്പോൾ ആ ഒരു ലുക്ക് മാത്രമല്ല, നമ്മുടെ മരത്തിന്റെ ക്വാളിറ്റി, ഫോമിന്റെ ക്വാളിറ്റി, അതേപോലെ തന്നെ പോളിഷിന്റെ ക്വാളിറ്റി, അതൊക്കെ പാടെ വെച്ചിട്ടാണ് ശരിക്കും ഒരു സാധനം പ്രീമിയം ആവുന്നത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് പ്രീമിയമാണ്. കാരണം ഇത് 4 അടി വണ്ണുള്ള തേക്കിന്റെ തടിയിൽ എടുത്തിട്ടുള്ള സാധനമാണ്. അപ്പൊ അത്യാവശ്യം നല്ല റേറ്റ് വരും. കാരണം 4 അടിയുള്ള വണ്ണത്തിലും നമുക്ക് 3 അടിയുള്ള വണ്ണത്തിലും 2 അടിയുള്ള വണ്ണത്തിലൊക്കെ സാധനം ചെയ്തു കൊടുക്കാൻ പറ്റും. പക്ഷെ നമുക്കിത് കസ്റ്റമൈസ് ചെയ്താണ് 4 അടി വണ്ണമുള്ള മരം എടുത്തിട്ട് അതൊന്ന് ചെയ്തെടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു കൊടുത്താണ് കേട്ടോ. ഇതിന്റെ ഫോം വരുന്നത് 40 ഡെൻസിറ്റി ഫോമാണ്. 40 ഡെൻസിറ്റി ഫോം വെച്ചിട്ടാണ് സാധനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള സാധ്യതയില്ല. കാരണം ഇതൊരു ട്രഡീഷണൽ ലുക്ക് ഉള്ള ഒരു സാധനമാണ്. നമുക്കത് മോഡൽ അവർ അയച്ചു തന്നതാണ്. അവര് പിൻട്രസ്റ്റിൽ നിന്നങ്ങാണ്ട് എടുത്തിട്ട് അയച്ചു തന്നതാണ്. അത് കണക്കാക്കിയിട്ടാണ് നമ്മൾ സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണേ. അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.